അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ 500ഓളം കേന്ദ്രങ്ങളിലാണ് ഇന്ന് പ്രത്യേക ചടങ്ങുകളും പരിപാടികളും നടക്കുക. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പുണ്യദിനം ഭക്തിസാന്ദ്രമായി കൊണ്ടാടുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകളും ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 500ഓളം കേന്ദ്രങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. രാമായണ പാരായണം, ഭജന, നാമസങ്കീർത്തനം, പ്രഭാഷണം, ശ്രീരാമ അഷ്ടോത്തര നാമാർച്ചന, ശ്രീരാമ വിജയമന്ത്ര ജപം, പുഷ്പാർച്ചന, കർസേവകരെ ആദരിക്കൽ, പ്രസാദ വിതരണം എന്നിവയുണ്ടാകും. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. മറ്റു സ്ഥലങ്ങളിൽ രാവിലെ 11 മുതലാണ് ആഘോഷം. വൈകുന്നേരം 2 ലക്ഷം ഭവനങ്ങളിൽ ദീപങ്ങൾ തെളിയിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കാൻ വലിയ സ്ക്രീനുകൾ ഒരുക്കുന്നുണ്ട്. വലിയ സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അയോധ്യയിൽ നിന്ന് ജനൻ ടിവിയിലൂടെ ഭക്തർക്ക് തത്സമയം കാണാനുള്ള സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. കൊച്ചി മഹാനഗരത്തിൽ 175 ക്ഷേത്രങ്ങളിലാണ് രാമായണ പാരായണവും നാമസങ്കീർത്തനവും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് കൊച്ചി മഹാനഗരം സംയോജക് PK ജയേഷ് അറിയിച്ചു. കൊച്ചി മഹാനഗരത്തെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായി പാവക്കുളം മഹാദേവ ക്ഷേത്രം, താന്നിക്കൽ, അതുപോലെ തന്നെ കാട്ടങ്കൽ ക്ഷേത്രം, തെറ്റാലിക്കൽ, പാലാരോട്ടും രാജരാജേശ്വരി ക്ഷേത്രം, ചമ്പക്കര ഭുവനേശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ മുളന്തുരുത്തി പൂത്രക്കോവിൽ, പിന്നെ തൃപ്പൂണിത്തുറയിൽ ഏകദേശം 18 ക്ഷേത്രങ്ങളിലോളം. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം നിലവിലുള്ള ചില സമുദായങ്ങളോട് ഞാൻ പറഞ്ഞ സമുദായങ്ങളോട് നമ്മോടൊപ്പം ചേരുന്നത് കൊണ്ട് അവർ പ്രത്യേകമായി തന്നെ അവരുടെ സമുദായ ക്ഷേത്രങ്ങളിലും അവരുടെ ഹാളുകളിലും പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ സമുദായ സംഘടനകളും ക്ഷേത്രങ്ങളിലും ഹാളുകളിലും പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ചടങ്ങുകൾ ഒരുക്കിയിട്ടുണ്ട്. സനാതന ധർമ്മബോധത്തിന്റെ പ്രസക്തി വിളിച്ചോതിയാണ് ചടങ്ങുകൾ. വിശ്വാസത്തിന്റെ പരകോടിയിൽ ഓരോ ഹൈന്ദവവനവും അയോധ്യയാകും. മനസ്സുകളിൽ ഒരേ ഒരു മന്ത്രം മാത്രം, രാമമന്ത്രം. ജനം, കൊച്ചി.